ഞാനൊന്ന് നമ്മുടെ ശില്പികളിൽ കൂടി പോയിട്ട് വരാം. മഹേഷ് പണിക്കറുണ്ട്. നമസ്കാരം മഹേഷ് പണിക്കർ. കഥ ഇപ്പോൾ മറ്റൊരു ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. താങ്കൾ അന്ന് ആദ്യ ഘട്ടത്തിൽ വാജിവാഹനത്തിൻ്റെ സംശയം പ്രകടിപ്പിച്ച നാൾ മുതൽ ഇതിൽ നേരിട്ട് രാഷ്ട്രീയ ബന്ധമില്ലാത്തവരും ഈ കേസിൽ ഉൾപ്പെടാനുള്ള സാധ്യത കൂടുതലാണെന്ന് തോന്നലുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ആ തോന്നൽ ശക്തിപ്പെടുത്തുന്നതാണ് ഗോവർദ്ധൻ്റെ വാർത്ത പുറത്തു വന്നത്. ഇപ്പോൾ ഇതാ പഞ്ചലോഹ വിഗ്രഹങ്ങൾ തന്നെ അവിടെ നിന്ന് കടത്തിയെന്നും ശബരിമലയുമായി ബന്ധമുള്ള ഒരു ഉന്നതൻ, പത്മകുമാർ നേരത്തെ സൂചിപ്പിച്ച വാക്ക് ദൈവതുല്യരായിട്ടിരിക്കുന്നയാൾ എന്നാണ്. ഇങ്ങനെയുള്ള ആളുകൾ കൂടി ഈ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വന്ന് കയറാൻ പോവുകയാണോ? നമ്മൾ ഇതുവരെ കേട്ടതിനേക്കാൾ ഗൗരവമേറിയ വിഷയമല്ലേ പഞ്ചലോഹ വിഗ്രഹങ്ങൾ സന്നിധാനത്ത് നിന്ന് കടത്തിയിട്ടുണ്ടെങ്കിൽ മഹേഷ് പണിക്കർ, അങ്ങനെ കടത്താൻ പഞ്ചലോഹ വിഗ്രഹങ്ങൾ സന്നിധാനത്ത് വേറെ ഉണ്ടോ അയ്യപ്പനല്ലാതെ? അല്ല, ഉണ്ട്. അവിടെ നമ്മുടെ ഈ കൊടിമരത്തിലുണ്ടായിരുന്ന അഷ്ടദിക്പാലകർ ഈ പറഞ്ഞ കാറ്റഗറി വരാൻ സാധ്യതയുള്ളൊരു സംഭവമാണ്. അഷ്ടദിക്പാലകരുടെ ആ ഒരു വിഗ്രഹം പഞ്ചലോഹ വിഗ്രഹമായിട്ട് സ്വർണം പൂശിയതാണത്. അപ്പം അത് ആ രീതിയിലായിരിക്കും അതിൻ്റെ കച്ചവടം നടന്നിരിക്കുക. പക്ഷെ അത് 8 ഉണ്ട്, ഇതിനകത്ത് 4 പറയുന്നുള്ളൂ. അപ്പോൾ അതിനകത്ത് എന്താണെന്നുള്ളത് നമ്മൾ കറക്റ്റ് അറിഞ്ഞാലേ പറ്റൂ. പക്ഷേ ഇതിനേക്കാട്ടിലും മേളിൽ എനിക്ക് തോന്നുന്നത് ഈ കപൂർ മോഡൽ ഇതെന്നൊക്കെ നമ്മൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞ ആ ഒരു കൊള്ള രീതിയിൽ, അതായത് നമുക്ക് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഈ വിഗ്രഹം കേടായി കഴിഞ്ഞാൽ ആ ലോഹത്തിലുള്ള വിഗ്രഹമാണ്, ഇതൊക്കെ തന്ത്രി കുടുംബത്തിന് അവകാശപ്പെട്ടാണ്. കേരളത്തിലെ ഏകദേശം 1000-ഓളം ക്ഷേത്രങ്ങളുടെ തന്ത്രം ഇവരുടെ കയ്യിലാണ്. അപ്പം മറ്റു പല ക്ഷേത്രങ്ങളിലും ഈ രീതിയിൽ, അതായത് ഒരു ക്ഷേത്രത്തിൻ്റെ ഏതൊക്കെ ക്ഷേത്രത്തിൽ പോയെന്നൊക്കെ ഇനി അന്വേഷണത്തിലൂടെ വെളിവാകണം. അപ്പം അങ്ങനെയുള്ളതൊക്കെ ഇവരുടെ കസ്റ്റഡിയിൽ ഉണ്ടാവും കാലാകാലങ്ങളായിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഒരു സെയിൽ നടന്നിരിക്കുന്ന ഇപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിലെ ഏറ്റവും വലിയ വീട്, സ്വാതന്ത്ര്യാനന്തരത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വീടെന്ന് പറയുന്ന 10 ജൻപതിൽ തന്നെ അയ്യപ്പ പൂജ നടത്താനായിട്ട് സോണിയാഗാന്ധിയുടെ കയ്യിൽ തായ്ത്ത്, അല്ലെങ്കിൽ നമ്മൾ കാപ്പ് കെട്ടുക എന്നൊക്കെ പറയുന്ന ഒരു മഞ്ഞളും ഇതിലൂടെ വെച്ചുള്ള ഒരു കാപ്പ് കെട്ടിക്കൊടുത്ത് അയ്യപ്പ പൂജ ആ വീട്ടിൽ നടത്താൻ കപ്പാസിറ്റിയുള്ള ശബരിമലയിലെ എന്താ പറയുക മുഖ്യ പൂജാരിയായിട്ട് അവതരിക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ച് ഈ വക സ്ഥാനങ്ങളുടെയൊക്കെ റൂട്ട് ക്ലിയർ ആണ്, വളരെ ക്ലിയർ ആയിട്ട് വരുന്ന രീതിയിലാണ് നമുക്ക് കാണപ്പെടുന്നത്. കാര്യം ഇത്രയ്ക്ക് വലിയൊരു ആളായിട്ട് അദ്ദേഹത്തെ രാജീവ് തന്ത്രിയും അല്ലെങ്കിൽ മറ്റു തന്ത്രിമാരൊക്കെ ഉള്ളപ്പോൾ അവരെല്ലാം ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണനൊക്കെ അതുപോലത്തെ ഒരു വലിയ വ്യക്തിത്വത്തിൻ്റെ അടുത്ത് ഗോവർദ്ധന്റെ വീട്ടിലെ പൂജ നടത്തിയ ആരാ നമ്മൾ കണ്ടതല്ലേ? അങ്ങനെ ഒരു പൂജ നടത്തണേ തന്നെ ഒറിജിനൽ ആൾക്കാരല്ലേ കൊണ്ടുപോകേണ്ടത്? ഈ ഡ്യൂപ്ലിക്കേറ്റ് ആൾക്കാരെ കൊണ്ടുപോയ ആൾക്കാരൊക്കെ തന്നെയാണ് ഇതിന്റെ പറയുള്ളത്. ഈ ദൈവതുല്യരെന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് ഇതിന്റെ പറകലുള്ളത്. കാര്യം ഇവരുടെ ഒരു കൂട്ടായ്മയാണ് ഈ കാര്യങ്ങളെല്ലാം നടത്തിയിരിക്കുന്നത്. ഇതെല്ലാം അയ്യപ്പൻ ഒന്നൊന്നായിട്ട് ഓരോ ദിവസമായിട്ട് ഇങ്ങനെ മാധ്യമങ്ങളുടെ ശ്രദ്ധയും ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെളിവാക്കി തരികയാണ്. ഇത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത പാരടിഗാനം എന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരു തരത്തിൽ പോയ സംഭവം അത് വേറൊരു തരത്തിലാണ് വരുന്നത്. അയ്യപ്പന്റെ ആ ഒരു ശക്തിയാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. കാര്യം ഇന്നത്തെ ഈ വിഗ്രഹക്കൊള്ള എന്ന് പറയുന്ന 4 വിഗ്രഹങ്ങൾ ഇതുപോലെ കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിനുള്ള തെളിവുണ്ട് അദ്ദേഹത്തിന് ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് അത് ഉറപ്പായിട്ടും ഒന്നുകിൽ ഈ പറഞ്ഞ അഷ്ടദിക്പാലകർ, കൊടിമരത്തിലുണ്ടായിരുന്ന 2017 അവിടുന്ന് മാറ്റപ്പെട്ട അഷ്ടദിക്പാലകർ, അല്ലെ സമാനമായ രീതിയിൽ മറ്റേതെങ്കിലും ക്ഷേത്രത്തിൽ നിന്ന് മാറ്റപ്പെട്ടിരിക്കുന്ന സാധനങ്ങൾ. പക്ഷേ ഇതിന്റെ എല്ലാം സെല്ലർ എന്ന് പറയുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ഇയാളെ ഇവിടെ വന്നിരിക്കുന്നത് തന്നെ, ഇയാളെ ഇവിടെ കയറ്റിയിരിക്കുന്നത് തന്നെ ഇതുപോലത്തെ മോഷണം പ്ലാൻ ചെയ്തിട്ട് അത് നടക്കാനായിട്ടാണ്. കാര്യം ഇത്രയും ഉന്നതമായ ഇതുള്ള ആള് ഇവിടെ വന്നിട്ട് ഒരു വ്യാജ കീഴ്ക്കഴകം, കഴകത്തിന്റെ താഴെയുള്ള ഒരു കീഴ്ക്കഴകമായിട്ടാണ് ഇയാൾ വർക്ക് ചെയ്യുന്നത്. കാര്യം ഈ കീഴ്ക്കഴകത്തിന് തന്ത്രിയോ അല്ലെങ്കിൽ മേൽശാന്തിയോ ക്ഷേത്രത്തിലോട്ട് കയറുമ്പോൾ ഒരുമിച്ച് കയറാൻ പോലുള്ള അധികാരമില്ല. അത്തരത്തിലുള്ളൊരു താഴ്ന്ന ജോലിയിൽ സത്യം പറഞ്ഞാൽ ഈ ചാരന്മാരൊക്കെ വേറെ പല പണിക്കാരായിട്ടൊക്കെ ഓരോ സ്ഥലങ്ങളിലെ പോലീസുകാരൊക്കെ പോയി കയറുമെന്ന് പറയുന്ന പോലത്തെ രീതിയിലാണ് അജിത് ഡോവലിന്റെ ഒക്കെ കഥകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ മറ്റു പല ജോലി പാകിസ്ഥാനിലൊക്കെ പോയി ചാരപ്പണി ചെയ്തെന്നുള്ള രീതിയിൽ അതുപോലത്തെ സമാനമായ രീതിയിൽ ഇയാൾ ഈ പോറ്റിയുടെ വേഷം ധരിച്ച് ശബരിമലയെ കയറ്റിയതാണ്. ആ കയറ്റിയിരിക്കുന്ന ആൾക്കാരാണ് ഇതിന്റെ പറയിലുള്ള മൊത്തത്തിലുള്ള കൊള്ളയുടെയും കാര്യം. അതിന്റെ ഒരു യഥാർത്ഥ തെളിവ് തന്നെയാണ്. പിന്നെ മാലയുടെ കേസ് പറയുന്നത്, മാലയും സമാനമായ രീതിയിലാണ്. മാല പിടിക്കപ്പെടുമെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് മാത്രമാണ് മാലയുടെ കാര്യം അവർ നമ്മളെ വാജിവാഹനത്തിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് മാലയുടെ കാര്യം. താങ്കൾ അന്ന് സംശയിച്ചതുപോലെ ഇതിൽ നേരിട്ട് രാഷ്ട്രീയ ബന്ധത്തിനും അപ്പുറത്തേക്കുള്ള ഒരു ബന്ധം ഇതിലുണ്ട്. ഇപ്പൊ മാളികപ്പുറത്തെ ഒരു മേൽശാന്തിയുടെ സഹായിയുടെ കയ്യിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി 10 പവൻ സ്വർണ്ണമാല കൊടുക്കണമെങ്കിൽ അത് രജിസ്റ്ററിൽ എഴുതാതെ 2 വർഷം സൂക്ഷിക്കണമെങ്കിൽ പിന്നീട് 2 വർഷം കഴിഞ്ഞത് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ എത്രമാത്രം സ്വാധീനം ഈ പറയുന്ന മേൽശാന്തിയുടെ സഹായിക്ക്, മാളികപ്പുറത്തെ മേൽശാന്തിയുടെ സഹായിക്ക് പോലും ഉണ്ട് എന്നുള്ളതാണ്. തിരിച്ചു വരുമ്പോൾ വാജിവാഹനത്തിന്റെ കാര്യമാണെങ്കിലും ഇപ്പോൾ അഷ്ടദിക്പാലകരുടെ കാര്യമാണെങ്കിലും അവിടെയും നമുക്ക് ന്യായമായും രാഷ്ട്രീയ നേതൃത്വത്തിനും അപ്പുറത്തേക്ക് നീളുന്നൊരു സംശയമുണ്ടെന്നാണോ മഹേഷ് പണിക്കർ പറഞ്ഞു വരുന്നത്? തീർച്ചയായിട്ടും ഈ മേൽശാന്തിയുടെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, മാളികപ്പുറത്തെ മേൽശാന്തി എല്ലാ വർഷവും മാറുന്നതാണ്. 2 വർഷം ഒരിക്കലും ഒരു മേൽശാന്തിയുടെ പരികർമ്മയെ അവിടെ തുടരാൻ പറ്റില്ല. അവർ കറക്റ്റ് മാറുന്നതാണ്. അപ്പം ഈ മാറിപ്പോയ ആൾ പിന്നെ വീട്ടിൽ നിന്ന് കൊണ്ടു കൊടുത്തു ഈ മാല.
അല്ലെങ്കിൽ അദ്ദേഹം അവിടെ മറ്റൊരാളെ മാറിയപ്പോഴത്തേക്ക് ഇങ്ങനെ കണക്ക് പുസ്തകം ഇന്നാ ഞാൻ താക്കോല് കൊടുക്കുന്ന കൂട്ടത്തിൽ ഇന്നാ ദേവിയെ നാളെ മുതൽ ഇദ്ദേഹം പൂജിച്ചോ, കൂടെ ഈ 10 പവന്റെ മാല ദേവസ്വം ബോർഡിന്റെ കണക്കിലുള്ള ഉരുപ്പടികളല്ലാതെ ഇത് ഏൽപ്പിച്ചു. അപ്പം അതിനകത്ത് തന്നെ വ്യക്തമല്ലേ കാര്യം. ഒരിക്കലും ഈ 2 വർഷം അവർക്ക് ഹോൾഡ് ചെയ്യാൻ, 1 വർഷമാണെങ്കിൽ ഓക്കെ, ആ മേൽശാന്തി തന്നെ ചിലപ്പം എന്തെങ്കിലും കാരണങ്ങളാൽ തിരക്ക് കാരണം രേഖപ്പെടുത്താൻ പറ്റിയില്ല, 2 ദിവസമോ 3 ദിവസമോ അല്ലെ 1 മാസമോ കഴിഞ്ഞ് രേഖപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാം. പക്ഷേ ഈ 2 വർഷത്തെ കാലാവധി കഴിഞ്ഞിട്ട് ഇത് രേഖപ്പെടുത്തിയെങ്കിൽ തീർച്ചയായിട്ടും ഇത് അതിന്റെ മേളിലുള്ള ആൾക്കാരുടെ ഓപ്പറേഷൻസ് തന്നെയാണ്. പിന്നെ എന്തോ കൊണ്ട് ഇതുപോലൊരു മെയിൽ വരികയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷണം വരികയോ ചെയ്തപ്പോഴത്തേക്ക് അവരത് തിരികെ, അതല്ലാതെ ചിലപ്പോൾ വേറെ ആയിരിക്കും കൊടുത്തേ, ചിലപ്പോൾ ഈ കൊടുത്ത സാധനം ആയിരിക്കത്തില്ല, അതൊക്കെ പരിശോധനയ്ക്ക് വിധേയമാക്കട്ടതാണ്. കാര്യം അതും ചിലപ്പോൾ ഇതുപോലത്തെ മുക്കുകൊണ്ടമായിരിക്കും ഇപ്പോൾ അവിടെ ഇരിക്കുന്നത്. ഈ 10 കൊടുത്തു എന്ന് പറയുന്ന സാധനം നമുക്ക് പറയാൻ പറ്റത്തില്ല, ചെമ്പായിരിക്കും, പൂശിയതായിരിക്കും, ഇവൻ മറ്റേതിൽ ഉണ്ടാക്കിയ സാധനമായിരിക്കും അവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് പരിശോധിക്കണം, ഇപ്പോൾ ഉള്ള സാധനങ്ങളും പരിശോധിക്കണം. ഈ 10 പവന് ഇപ്പോൾ 10 ലക്ഷം രൂപ വിലയുണ്ട്. അപ്പം ഇതൊന്നും ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അയ്യപ്പൻ അതിന്റെ പൂർണ്ണമായ ശക്തിയിൽ ഇതിന്റെ പിറകെ തന്നെ ഉണ്ട്. ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെയാണ് ഒരു ഡ്യൂപ്ലിക്കേറ്റ് കണ്ടരരു ഉണ്ണികൃഷ്ണരു എന്ന് പറയുന്ന രീതിയിലേക്ക് മാറുവാണ് അയാളുടെ പേര്. അങ്ങനെയാണ് ഇത്ര വലിയ വലിയ ആൾക്കാരിലേക്ക് ഇയാൾ എത്തപ്പെടുന്നത്. കാര്യം അത് നമ്മുടെ ദേവസ്വം ബോർഡ് അധികാരികളും പ്രയാറകനെ പോലെയുള്ളവരൊക്കെ തന്നെയാണ് ഇദ്ദേഹത്തെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ എംപിമാരൊക്കെയാണ് ഇവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇതെങ്ങനെയാണ് ഈ ഒരു കൊള്ളക്കാരനെ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ? അപ്പൊ ഇവരെ ഇറക്കിയിട്ട് ഇവർ ബാക്കിൽ നിന്ന് സപ്പോർട്ട് കൊടുക്കുകയാണ്. നീയാണ് ശബരിമലയുടെ ഏറ്റവും ഉന്നതനായ അധികാരി, അല്ലെ പൂജാവിധികളൊക്കെ നിശ്ചയിക്കുന്ന ആള്, നീ ചെയ്തോളൂ. അത് മനസ്സിലാക്കേണ്ടത് ഈ തായ്ത്തൊക്കെ കെട്ടുന്ന അല്ലെങ്കിൽ കാപ്പ് കെട്ടുന്ന സംഭവമൊക്കെ അത്ര അയ്യപ്പ പൂജയിലെ നമ്മൾ ശബരിമല വരുന്ന നമ്മൾ അയ്യപ്പ ഭക്തരെ, തമിഴ്നാട്ടുകാരെ അല്ലെങ്കിൽ നമ്മുടെ ആഴി പൂജയൊക്കെ ഉള്ള ആൾക്കാരെ കണ്ടാൽ അറിയാം, അവർ അയ്യപ്പ പൂജയുടെ തലേദിവസമാണ് കാപ്പ് കെട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് ആ പൂജ കഴിഞ്ഞ് അഴിക്കുകയാണ്. ഇപ്പം അതുപോലത്തെ ഒരു വീടുകളിലൊക്കെ അയ്യപ്പ പൂജ എന്ന് നടത്താൻ കപ്പാസിറ്റി ഉള്ള അങ്ങനെയുള്ള ഒരാളായിട്ട് ഇയാളെ വളർത്തിയതിന്റെ പിന്നിൽ പ്രബലരായ ആൾക്കാരുണ്ട്. അവരൊക്കെ പുറത്തേക്ക് വരികയാണ്. ഈ പറഞ്ഞ രമേശ് ചെന്നിത്തല അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഈ ഒരു തെളിവും അതിന്റെ യഥാർത്ഥത്തിലുള്ള രീതിയിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. താങ്ക് യു പണിക്കർ. ഞാൻ അങ്ങയിലേക്ക് മടങ്ങി വരാം. നമ്മൾ ഇനി ഇതിന്റെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു വീക്ഷണകോൺ കൂടി നോക്കുന്നു. നമുക്കൊപ്പം അനിൽകുമാറുണ്ട്, ഒപ്പം റിജിൽ മാക്കുറ്റിയുണ്ട്. Debate with Dr. Arun Kumar.